വനവാസം ഞാൻ കേട്ടു, കുറേ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ആ പേര് എനിക്ക് അറിയാൻ പറ്റിയില്ല. സോ മീനിങ് എന്തോന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഫാദറിനോട് ചോദിച്ചപ്പോഴാണ് ഈ vanavasam.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടി പോകുന്നു, ഇപ്പം തോറ്റേന കാട്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ. അപ്പം ഡൊമെയിൻ ഉണ്ടോയെന്ന് ഞാൻ നോക്കി, ബൈ ചെയ്തു. എന്നിട്ടൊരു ഇങ്ങനത്തെ ഒരു തോറ്റവറിൻ്റെ ഒരു വെബ്സൈറ്റുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത്. നമ്മളങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ചൂടിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താണ് റിസൾട്ട് എന്നറിയാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് നോക്കിയാലും അതിൽ ജയിച്ചവരുടേതായിരിക്കും, അതായത് ജയിച്ച കാൻഡിഡേറ്റ്സിൻ്റെ ആയിരിക്കും ഏറ്റവും അധികം ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തോറ്റവരുടെ അതിന് താഴെത്താഴെയായിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു വെബ്സൈറ്റ് ശ്രദ്ധയിൽപ്പെട്ടത്, vanavasam.com. ഈ വനവാസം എന്ന പേര് എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടോ. കാരണം എന്താ പറയുക, ഈ വനവാസം എന്നത് VD സതീശൻ ഉപയോഗിച്ചൊരു വേർഡാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറയുന്നത്. അപ്പം ആ വനവാസം വെബ്സൈറ്റിൽ ഉള്ളടക്കം എന്ന് പറയുന്നത് തോറ്റവരുടേത് മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ജയിച്ചവരുടേത് ജസ്റ്റ് ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയത് ആലപ്പുഴ മുഹമ്മ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. പേര് മുഹമ്മദ് ഷഹീൻ ആണ് പേര്. ഷഹീനാണ് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഷഹീൻ, എന്താണ് ഈ വനവാസം എന്നുള്ളൊരു പേര് ഇടാൻ കാരണം ഈ വെബ്സൈറ്റ്? വനവാസം ഞാൻ കേട്ടു, കുറേ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ആ പേര് എനിക്ക് അറിയാൻ പറ്റിയില്ല. സോ മീനിങ് എന്തോന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഫാദറിനോട് ചോദിച്ചപ്പോഴാണ് ഈ vanavasam.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടി പോകുന്നു, ഇപ്പം തോറ്റേന കാട്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ. അപ്പം ഡൊമെയിൻ ഉണ്ടോയെന്ന് ഞാൻ നോക്കി, ബൈ ചെയ്തു. എന്നിട്ടൊരു ഇങ്ങനത്തെ ഒരു തോറ്റവറിൻ്റെ ഒരു വെബ്സൈറ്റുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത്. യെസ്, അത് തന്നെയാണ്. ഈ തോറ്റവരുടെ ഇത് എന്തുകൊണ്ടാണ് ഈ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? പറഞ്ഞ പോലെ വനവാസം ഒന്ന് സ്ട്രൈക്ക് ചെയ്തപ്പം അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നൊരു വെബ്സൈറ്റാണിത്. അപ്പോൾ തോറ്റവറിൻ്റെ ആണ് ഫസ്റ്റ് വരുന്നത്, പിന്നെ ചെറുതായിട്ടാണ് നമ്മൾ വിന്നേഴ്സിൻ്റെ ഒക്കെ കൊടുത്തേക്കുന്നത്. നമുക്ക് കുറേ ഡിസ്ട്രിക്റ്റും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും എവിടുത്തെ ആണ് തോറ്റതും, പിന്നെ അതിൻ്റെ ലോസ്റ്റ് ബൈ ടോട്ടൽ വോട്ട്സ് കാര്യങ്ങൾ. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് മകൻ ഉണ്ടാക്കിയെന്നാണ് വനവാസം എന്ന പേര് പറഞ്ഞു കൊടുത്തത് പിതാവാണെന്ന് പറയുന്നത്? എന്താണ് വനവാസം? നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും സ്ട്രൈക്ക് ചെയ്തൊരു വേർഡാണ്. പക്ഷേ വനവാസം എന്ന് പറഞ്ഞാൽ മോനും മീനിങ് കാട്ടിൽ പോകുന്നുള്ളൊരു അർത്ഥത്തിലുണ്ട് ചോദിച്ചു. അതിപ്പം തോറ്റു കഴിഞ്ഞാൽ കാട്ടിലേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, മെയിൻ ചെയ്തത് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ കുറച്ച് മാറി നിൽക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരാൾ ചോദിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു വെബ്സൈറ്റ് എടുത്തുകൂടാ. അങ്ങനെയാണ് ഒരു ഡൊമൈൻ നോക്കുന്നതും. ഡൊമൈൻ അവൈലബിൾ ആയിരുന്നു. ആളതിനെ പർച്ചേസ് ചെയ്തു, ആളതിനെ ഡെവലപ്പ് ചെയ്തു. 2 ദിവസം കൊണ്ടാണ് ആള് ഇത് ഡെവലപ്പ് ചെയ്ത് തീർന്നത്. ഈ വെബ്സൈറ്റ് ഇങ്ങനൊരു വെബ്സൈറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മകൻ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അത് വ്യത്യസ്തമായ വെബ്സൈറ്റാണ്. ഉറപ്പായിട്ടും അത് തീർച്ചയായിട്ടും അത് തോന്നി. കാരണം എല്ലാ വെബ്സൈറ്റുകളും ജയിച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസുകളെ ഉണ്ടാവുള്ളൂ. അന്നേരം ഇതൊരു പ്രത്യേകത തോന്നി, അതിൻ്റെ ഒരു കൗതുകം കൂടെ തോന്നി. കാരണം ഇത് തോറ്റ ആൾക്കാർക്ക് കൂടെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് അറിയാനും ഒക്കെ പെട്ടെന്ന് എത്ര വോട്ട് ഷെയർ ഉണ്ടെന്ന് കാണാനും ഒക്കെ വളരെ എളുപ്പത്തിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലാണ് ആള് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, യെസ്, അത് തന്നെയാണ്. അതായത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ജയിച്ചവരുടേത് നമുക്ക് എവിടെയും കാണാൻ പറ്റും. എന്നാൽ തോറ്റവരുടേത് നമുക്ക് ചെറുതായിട്ടൊക്കെ ഏതെങ്കിലും വെബ്സൈറ്റ് കാണാൻ പറ്റും. എന്നാൽ നമുക്ക് ഈ vanavasam.com എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ തോറ്റവരുടേതായിരിക്കും ഹൈലൈറ്റ്. അത് എല്ലാ ജില്ലകളിൽ നിന്നുമുണ്ട്, എല്ലാ മണ്ഡലത്തിൽ നിന്നുള്ളതുകൊണ്ട് അത് അത്തരത്തിൽ സെർച്ച് ചെയ്യാനും നമുക്ക് സാധിക്കും. അങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈസൽ അസീസ്, മീഡിയ 1, ആലപ്പുഴ.